വലിയ വാർത്ത ഉണ്ടായിരുന്നു കേട്ടോ. ക്രിസ്ത്യാനോന്റെ ഫ്രണ്ടിന് ഭയങ്കര വലിയൊരു മാൻഷനും പിന്നെ അതുപോലെ തന്നെ വേറെ വീടുകളും കാറും പൈസയൊക്കെ കൊടുത്തോട്ട്. എന്തിനാണ് ഈ ക്രിസ്ത്യാനോ വെറുതെ ആർക്കൊന്നും കൊടുക്കൂല. ഇപ്പൊ ക്രിസ്ത്യാനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ അയാൾക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ക്രിസ്ത്യാനോ പറഞ്ഞത് എന്താണെന്നറിയോ, ഞങ്ങള് ചെറുപ്പത്തില് ഒരുമിച്ച് കളിച്ച് വളർന്നവരായിരുന്നു. ആ സമയത്ത് രണ്ടാളും ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സ്പോർട്ടിംഗ് ലിസ്ബൺ എന്നൊരു ക്ലബ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗലത്തെ ആ കൺട്രിയിലെ ഏറ്റവും വലിയ ക്ലബ്ബാണ്. ആ ക്ലബ്ബ് വരെ കളി കണ്ടിട്ട് പറഞ്ഞു രണ്ടുപേരും ഉഷാറാണ്, ആരെ എടുക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ ഇവര് പറഞ്ഞു ഈ വരുന്ന മാച്ചിൽ ആരാണ് കൂടുതൽ ഗോൾ അടിക്കുന്നത്, ആ ഗോൾ അടിക്കുന്ന ആളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഗോള് ഈ ഫ്രണ്ടായിട്ടുള്ള ആൽബർട്ടോ എന്നാണ് പേര്. ആൽബർട്ടോ ഗോൾ അടിച്ചു. ഓക്കെ, രണ്ടാമത്തെ ഗോള് ക്രിസ്ത്യാനോ റൊണാൾഡോ അടിച്ചു. അപ്പൊ എത്ര സ്കോർ? 1-1 അല്ലേ? കളിയുടെ ഏറ്റവും ലാസ്റ്റ് സമയത്ത് ആൽബർട്ടോ ബോളായിട്ട് പോയിട്ട് ഗോളിനെയും കട്ട് ചെയ്തു, ഡ്രിബിൾ ചെയ്തു. പിന്നെ എന്താ ബാക്കിയുള്ളത്? പോസ്റ്റ് അല്ലേ? ആ പോസ്റ്റിലേക്ക് ഇങ്ങനെ അടിക്കാൻ നേരം ആ ബോള് നേരെ ഇങ്ങനെ തിരിഞ്ഞ് പാസ് ചെയ്തു, ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പാസ് ചെയ്തു. ക്രിസ്ത്യാനോ ഗോൾ അടിച്ചു, ക്രിസ്ത്യാനോ ടീമിലേക്ക് കയറി, ബാക്കി ചരിത്രമായിരുന്നു. അപ്പൊ ക്രിസ്ത്യാനോ ആൽബർട്ടോനോട് ചോദിച്ചു, ആൽബർട്ടോ നീ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു. അതിൽ ക്രിസ്ത്യാനോ പറഞ്ഞ എന്താ, ആൽബർട്ടോ പറഞ്ഞ എന്താ, ഐ ട്രസ്റ്റ് യു, എനിക്കറിയാം നീ എന്നേക്കാൾ ഉയരത്തിലെത്തുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ട്രെയിനർ ആയാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത, അതായത് തനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത വല്ല സുഹൃത്തോ അല്ലെങ്കിൽ നമ്മൾ ചവിട്ടുപടികൾ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആളുകൾ ഭയങ്കരമായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അവരെയും മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാനത് പറഞ്ഞത്.